രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ആരണ്യകാണ്ഡം. ശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ബാലികേ ശുഗകുലമൗലിമാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടുമടിയാതെ നീലനീരത നിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരദലോചനൻ നാരായണൻ നീലനീരജദലോചനൻ നാരായണൻ നീലലോഹിതസേവ്യൻ നിഷ്കലൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയിൽ ഒരിക്കലും. ശ്രീരാമചരിതങ്ങളിലും വിശേഷിച്ചു സാരമായൊരു മുക്തി സാധനം രസായനം ഭാരതീ ഗുണം തവ പരമാവൃതമല്ലോ പാരാതെ പറകെന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ. ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശുമൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാചലമകളോടരുൾ ചെയ്തിടിനാൻ ബാലികേ കേട്ടുകൊള്ളുക പാർവതീ ഭക്തപ്രിയേ. രാമനാം പരമാത്മാവാനന്ദരൂപനാത്മാരാമൻ അദ്വയനേകനവ്യയനഭിരാമൻ അത്രിതാപസപ്രവരാശ്രമേ മുനിയുമായി എത്രയും സുഖിച്ചു വാണിടിനാനൊരു ദിനം. മഹാരണ്യപ്രവേശം. പ്രത്യുഷസ്യുദ്ധായ തന്നിത്യകർമ്മവും ചെയ്തു നത്വാതാപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ. പുണ്ഡരീകോദ്ഭവേഷ്ടപുത്ര ഞങ്ങൾക്ക് മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിന് ദണ്ഡമെന്നിയേ പോവാനായി അനുഗ്രഹിക്കണം. പണ്ഡിതശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ. ഞങ്ങളെ പെരുവഴി കൂട്ടണം, അതിന്നിപ്പോൾ ഇങ്ങു നിന്നയക്കണം ശിഷ്യരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യം അത്രിമാമുനി കേട്ടു തിങ്ങിയിടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു. നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിടുന്നിതാരുള്ള ഹോതവ നേർവഴി കാട്ടിടുവാൻ. എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട, വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം
ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോടു ചൊല്ലി മാമുനി താനുമൊട്ടു പിന്നാലെ ചെന്നാൻ. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോട് രാമചന്ദ്രൻ വന്നിച്ചു ഭക്തിപൂർവം. നിന്തിരുവടി കനിഞ്ഞെഴുന്നള്ളിയിടണമന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ പർണശാല പുക്കിരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലാം മാറു മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യർകളോടരുളി ചെയ്തു രാമനിന്നതി കടപ്പതിനെന്തു പായങ്ങളുള്ളൂ എന്നു കേട്ടവർകളും ചൊല്ലിനാരെന്തു ദണ്ഡം മന്നവ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ട് താനും ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരേറിയിടാമെന്നവർ ചൊന്നാർ. ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോട് നിങ്ങൾ കടന്നങ്ങു പോകെന്നു ചൊന്നാൻ. ചെന്നുടൻ അത്രിപാദം വന്നിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമത ഘോരമായുള്ള മഹാകാനനമകം ബുക്കാർ. ജില്ലിച്ഛങ്കാരനാഥമണ്ഡിതം സിംഹവ്യാഘ്രശല്യാദി മൃഗഗണകീർണമാദബഹീനം ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക. ഭക്ഷണാർത്ഥികളല്ലോ രാക്ഷസാംബരുഷകൾ. വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം. നല്ലൊരു ശരമൂരി പിടിച്ചുകൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും. പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം. ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി എന്നതുപോലെ. അവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും. എന്നാലൊരു ഭീതിയുണ്ടായി വരാം. ഇത്തരം അരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധനരായി നടന്നൊരു ശേഷം പിന്നിട്ടാരുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലാമാറങ്ങൊരു പുഷ്കരണിയും കണ്ടാർ. കൽഹരോൽപല കുമുദാംബുജരക്തോൽപല പുല്ല പുഷ്പേന്ദീവരശോഭിതമജ്ജലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലേ പുനരിരുന്നു യഥാസുഖം. വിരാധവധം. അന്നേരമാശു കാണായി വന്നിതു വരുന്നതത്യുന്നതമായ മഹാസത്വമത്യുഗ്രാരവം. ഉദ്ധൃതവൃക്ഷം കരാളോജ്വലദംഷ്ട്രാന്വിതവക്ത്രഗഹ്വരം ഘോരാകാരവാരുണ്യനേത്രം. വാമാംസസ്ഥലന്യസ്ഥൂലശാഗ്രത്തിലുണ്ട്. വാമാംസസ്ഥലന്യസ്തശൂലാഗ്രത്തിലുണ്ട് ഭീമശാർദൂല സിംഹ മഹിഷവരാഹാദി വാരണമൃഗവന ഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു കൊണ്ടുച്ചത്തിലറി വന്നിടിനാനതു നേരം. ഉദ്ധാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടത ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തു രാമചന്ദ്രൻ. കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം. സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരനീ.
വല്ലവേ ബാലേ സീതേ പേടിയായി കേതുമെടോ വല്ല ജാതിയും പരിപാലിച്ചു കൊള്ളുവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനേതുമൊന്നിളകാതെ വന്നുടനടുത്തിതു രാക്ഷസപ്രവരനും നിഷ്ഠുരതരമവനെട്ടാശ പൊട്ടും വണ്ണമട്ടഹാസം ചെയ്തിടിവെട്ടിയിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽ കട്ടകൾ വീഴും വണ്ണം ഉഷ്ണഗോപീന ലോകം ഞെട്ടുമാറുര ചെയ്താൻ കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ള വൻകാട്ടിലിപ്പോൾ നിൽക്കുന്നിതസ്തഭയം ചാപതൂണീര ബാണവൽക്കല ജടകളും ധരിച്ച് മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറുമതി ബാലന്മാരല്ലോ നിങ്ങൾ കിഞ്ചന ഭയം വിനാഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതുമെന്തൊരു മൂലം ചൊൽവിൻ രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താൻ ഇക്ഷ്വാകുകുലനാഥൻ മന്ദഹാസാനന്തരം രാമനെന്നെനിക്കു പേര് എന്നുടെ പത്നിവൾ വമലോചന സീതാദേവി എന്നല്ലോ നാമം ലക്ഷ്മണനെന്നു നാമം ഇവനും മത്സോദരൻ മുക്കിതുവനാന്തരം ജനകനിയോഗത്താൽ രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു രഗത്രയം രക്ഷിപ്പാനറിയ നീ ശ്രുത്വാ രാഘവവാക്യം അട്ടഹാസവും ചെയ്തു വക്രവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി ക്രുദ്ധനാം നിശാചരൻ രാഘവനോടു ചൊന്നാൻ ശക്തനാം വിരാധനെന്നെ നീ കേട്ടിട്ടില്ലേ ഈ ത്രിലോകത്തിൽ എന്നെ ആരറിയാതെയുള്ളതെത്രയും മൂഢൻ ഭവാൻ എന്നിഹ ധരിച്ച് ഞാൻ മൽഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഈ പ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ നിങ്ങൾക്കു ജീവിക്കയിലാശയുള്ളില്ലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോവിനല്ലായിലെനിക്കിപ്പോൾ തിങ്ങിടും വിശപ്പടക്കിയിടുവൻ ഭവാന്മാരാൽ യുദ്ധം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരം അടുത്തത് കണ്ടു രാഘവനപ്പോൾ പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങളറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതി വക്രവും വിളർന്നതി സത്വരം നക്തഞ്ചരനടുത്താൻ അതു നേരെ വസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചിടിനാൻ പാദങ്ങളും ബദ്ധരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാൻ ഇതുരാമൻ ഹരേ രാമ രക്തവും പരന്നിതു ഭൂമിയിൽ ഇത് കണ്ട് ചിത്തകൗതുകത്തോടു പുണർന്നു വൈദേഹിയും നൃത്തവും തുടങ്ങിനാർ അപ്സര സ്ത്രീകളെല്ലാം അത്യുച്ഛം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ സ്വർണഭൂഷണം പൂണ്ട് സൂര്യസന്നിഭകാന്ത്യ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും രാഘവം പ്രണതാർത്തിഹാരിണം ഹൃണാകരം രാഗേന്ദുമുഖം ഭവഭഞ്ജനം ഭയഹരം ഇന്ദിരാരമണമിന്ദീവരദളശ്യാമമിന്ദ്രാരി വൃന്ദാരക വൃന്ദവന്ദിതപദം സുന്ദരം സുകുമാരം സുഹൃദിജനമനോ മന്ദിരം രാമചന്ദ്രം ജഗദാമഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപതേ ധരാപതേ ദുർവാസാവായ മുനി തന്നെ ശാപത്തിനാൽ ഗർഭിതനായ ഒരു രാത്രിഞ്ചരനായേനല്ലോ
നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേനിന്നു നാഥ. സന്തതമിനി ചരണാംബുജയുഗം തമ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്ത്യാ. വണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകണം, പാണികൾ കൊണ്ട് ചരണാർച്ചനം ചെയ്യാകണം, ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകണം, നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകണം. ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടണം, ഉത്തമ ഭക്തന്മാർക്ക് ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായ ആത്മാരാമായ നമോ നമഃ. നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം, നമസ്തേ രാമായ ലോകാഭിരാമായ നമഃ. ദേവലോകത്തിനു പോവാൻ അനുഗ്രഹിക്കണം, ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ. നിൻമഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായി അംബുജ വിലോചന സന്തതം നമസ്കാരം. ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥനങ്ങനെ തന്നെയെന്നു കൊടുത്തു വരങ്ങളും മുക്തനെന്നിയെ കണ്ടു കിട്ടുകയില്ല എന്നെ. ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും. രമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കമലാഭേന പോയി നാഗലോകവും പൊക്കാൻ. ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടുന്ന പുരുഷന് ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശരഭംഗമന്ദിരപ്രവേശം. രാമലക്ഷ്മണന്മാരും ജാനകിതാനും പിന്നെ ശ്രീമയമായ ശരഭംഗമന്ദിരം ബുക്കാർ. സാക്ഷാലീശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ടു വീക്ഷ്യ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ. കന്ദഭക്വാദികളാൽ ആതിഥ്യം ചെയ്തു ചിത്താനന്ദം ഉൾക്കൊണ്ടു ശരഭംഗനുമരുൾ ചെയ്തു. ഞാൻ അനേകം നാളുണ്ടു പാർത്തിരിക്കുന്നിതത്ര, ജാനകിയോടും നിന്നെ കാൺമതിന്നാശയാലേ. ആർജവബുദ്ധ്യാ ചിരതപസ ബഹുതരമാർജിച്ചേനല്ലോ പുണ്യമെന്നു ഞാനവയെല്ലാം. മർത്യനായി പിറന്നൊരു നിനക്കു തന്നിടിനേനദ്യ ഞാൻ, മോക്ഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ. നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്കലാക്കി എന്നിയെ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു. ബന്ധവും മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ. യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ രാമൻ തൻ പദം വണങ്ങിനാൻ. ചിന്തിച്ചിടുന്നേനന്ദസന്തതം ചരാചര ജന്തുക്കൾ അന്തർഭാഗേ വസന്തം ജഗന്നാഥം. ശ്രീരാമം ദുർവാദളശ്യാമളമംഭോജാക്ഷം ചിരവാസം ജടാമകുടം ധനുർധരം. സൗമിത്രിസേവ്യം ജനകാത്മജാസമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം. കുണ്ഠഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേശപദം പ്രാപിച്ചിടിനാൻ. തപോധനനാകാശമാർഗെ വിമാനങ്ങളും നിറഞ്ഞുതേ. നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും നെയ്തിടിനാർ. പകശാസനൻ പാദാംഭോജവും വണങ്ങിനാൻ.
മൈഥില്യ സൗമിത്രിണ താപസഗതി കണ്ടു കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു. തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃദ്രാരി മുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം പുക്കാർ. മുനിമണ്ഡലാഗമനവും തദ്വാശ്രപ്രവേശവും. ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടു ചണ്ഡദീധികുലജാതനാം ജഗന്നാഥൻ പുണ്ഡരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാർ. രാമലക്ഷ്മണന്മാരും ജനകീദേവിതാനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ. താപസന്മാരും ആശീർവാദം ചെയ്തവർകളോടാ ഭോഗാനന്ദ വിവശന്മാരായരുൾ ചെയ്താർ. നിന്നുടെ തത്വം ഞങ്ങളിങ്ങറിഞ്ഞിരിക്കുന്നു. പന്നഗോത്തമതൽപേ പള്ളി കൊള്ളുന്ന ഭവാൻ ധാതാവർദ്ധിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായിതു ഭുവി മാർത്താണ്ഡകുലത്തിങ്കൽ ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിടുവാനെന്നു നൂനം. നാനാതാപസകുല സേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെ പോന്നിടണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനി ശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോരോ മുനി പർണശാലകൾ കണ്ടാർ. അന്നേരം തലയോടുമെല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൻ. മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അത്രൈവ മൂലമെന്തൊന്നത്രയുണ്ടാവാനഹോ. തദ്വാക്യം കേട്ടു ചൊന്നാർ താപസജനം. രാമഭദ്ര നീ കേൾക്ക, മുനിസത്തമന്മാരെ കൊന്നു നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ദേശമസ്തിവ്യാപ്തമായി ചമഞ്ഞിതു നാഥ. ശ്രുത്വാ വൃത്താന്തമിത്തം കാരുണ്യപരവശചിത്തനായൊരു പുരുഷോത്തമനരുൾ ചെയ്തു. നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുലമൊട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യാ താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം. സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസമ്പൂജ്യമാനനായി വനവാസികളാൽ തത്രൈവ മുനി സത്തമാശ്രമങ്ങളിൽ പൃഥ്വീ നന്ദിനിയോടും അനുജനോടും കൂടി സൽസംസർഗാനന്ദേന വസിച്ചു കഴിഞ്ഞിതു. വത്സരം ത്രയോദശമത്കാലം കാണായി വന്നു. സുതീക്ഷ്ണാശ്രമപ്രവേശം. വിഖ്യാതമായ സുതീക്ഷ്ണാശ്രമം മനോഹരം മുഖ്യതാപസകുല ശിഷ്യ സഞ്ജയപൂർണം സർവതൃഗുണഗണ സമ്പന്നമനുപമം സർവകാലാനന്ദദാനോദയമത്യദ്ഭുതം. സർവപാദബലദാഗുൽമസംകുലസ്ഥലം സർവസൽപക്ഷി മൃഗഭുജംഗ നിഷേപിതം. രാഘവനവരജൻ തന്നോടും സീതയോടും ആഗതനായതെന്നു കേട്ടൊരു മുനിശ്രേഷ്ഠൻ കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനാരദൻ മുനി സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു സംപൂജിച്ചരുളിനാൻ അർഘ്യപാദ്യാദികളാൽ. ഭക്തി പൂണ്ടശ്രുജല നേത്രനായി സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോടു ചൊന്നാൻ. നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പൂ ഞാൻ മദ്ഗുരു നിയോഗത്താൽ.
ബ്രഹ്മശങ്കര മുഖ്യവന്യമാപാദമല്ലോ നിൻ മഹാമായാർണവം കടപ്പാനൊരു ബോധം. ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ, വേദ്യമല്ലൊരു നാളുമാരാലും ഭവത്തത്വം. ത്വദ്ഭക്ത ഭൃത്യനായിടണം ഞാൻ, ത്വൽപാദാംബുജം നിത്യമുൾക്കാമ്പിൽ വസിക്കണം. പുത്രഭാര്യാർത്ഥ നിലയാന്ധകൂപത്തിൽ വീണു ബദ്ധനായി ഒഴുകിയിടുമെന്നെ നിന്തിരുവടി ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ സത്വരം ദയാനിധേ. മൂത്രമാംസാമേധ്യാന്ത്രവുൽഗല പിണ്ഡമാകും ഗാത്രമോർത്തോളമതി കസ്മലമതിങ്കലുള്ള സ്തയാം മഹാമോഹപാശബന്ധവും ഛേദിച്ചാർത്തിനാശന ഭവാൻ വാഴുകനുള്ളിൽ നിത്യം. സർവഭൂതങ്ങളുടെയുള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വന്മന്ത്രജപരതന്മാരായ ജനങ്ങളെ ത്വന്മഹാമായാ ദേവി ബന്ധിച്ചിടുകയില്ല. ത്വന്മന്ത്രജപ വിമുഖന്മാരാം ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും. സേവാനുരൂപഫലദാന തൽപരൻ ഭവാൻ ദേവപാദവങ്ങളെപ്പോലെ വിശ്വേശ പോറ്റി. വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജഭവ വിഷ്ണു രൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മഹാത്മാനാ. നാനാരൂപങ്ങളായി തോന്നുന്ന ലോകത്തിങ്കിൽ ഭാനുമാൻ ജലം പ്രതിവേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെയറിഞ്ഞു വാസിപ്പൂ ഞാൻ ദയാനിധേ. അദ്വൈവ ഭവചരണാംബുജയുഗം മമ പ്രത്യക്ഷമായി വന്നിതുമത്തപോബലവശാൽ ത്വന്മന്ത്രജപ വിശുദ്ധാത്മനാ പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണാമഗോചരമായൊരു ഭവദ്രൂപം ത്വന്മായാവിഡംബനരചിതം മാനുഷ്യകം മന്മഥ കോടി കോടി സുഭഗം കമനീയം. കാരുണ്യപൂർണനേത്രം കാർമുകബാണാധരം സ്മേരസുന്ദരമുഖം അജിനാംബരധരം സീതാ സംയുതം സുമിത്രാത്മജ നിഷേവിതപാദപങ്കജം നീലനീരദകളേബരം. കോമളമതിശാന്തമനന്ത ഗുണമഭിരാമമാത്മാരാമമാനന്ദ സമ്പൂർണാമൃതം പ്രത്യക്ഷമദ്യ മമ നേത്രഗോചരമായോരി തിരുമേനി നിത്യം ചിത്തേ വാഴുക വേണം. മുറ്റിയിടും ഭക്ത്യാ നാമമുച്ചരിക്കായിടണം, മറ്റൊരു വരം അപേക്ഷിക്കുന്നേനില്ല പോറ്റി. വന്നിച്ചു കൂപ്പി സ്തുതിച്ചീടിന മുനിയോടു മന്ദഹാസവും പൂണ്ടു രാഘവനരുൾ ചെയ്തു. നിത്യവും ഉപാസനാ ശുദ്ധമായിരിപ്പൊരു ചിത്തം ഞാനറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനേ. സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ. തൊൽകൃതമേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽഗതി പ്രവരനാം മർത്യനു വിശേഷിച്ചും സദ്ഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവും ഉണ്ടാം അല്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ. തപസോത്തമാ ഭവാനെന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ.
ഉണ്ടൊരാഗ്രഹം തവാചാര്യനാമഗസ്ത്യനെ കണ്ടു വന്നിച്ചു കൊള്ളുവാൻ എന്നിന്നവതിപ്പോൾ തത്രൈവ കിഞ്ചിൽ കാലം വസ്തുമുണ്ടത്യാഗ്രഹമെത്രയുണ്ടടുത്തതും അഗസ്ത്യാശ്രമം മുനേ. യുദ്ധം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുധീഷ്ണനും അസ്തുതേ ഭദ്രമതു തോന്നിയതിന്നു ഞാൻ കാട്ടുവനല്ലോ വഴി കൂടെ പോന്നടുത്ത നാൾ വാട്ടമെന്നിയെ വസിക്കേനമിന്നിവിടെ നാം. ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തക്ക പോയി കാണാമല്ലോ. യുദ്ധമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉദ്ധാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രീതനാമുനിയോടും ജനകീദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാഹ്നേ പോയി ചെന്നിതു രാമൻ അഗസ്ത്യാനുജാശ്രമേ. ജവം വന്നു സൽക്കാരം ചെയ്താൻ അഗസ്ത്യ സഹജനും വന്യഭോജനവും ചെയ്തന്നവരെല്ലാവരും അന്യോന്യ സല്ലാപവും ചെയ്തിരുന്നൊരു ശേഷം. അഗസ്ത്യ സന്ദർശനം. ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനനമാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം സർവർതൃഫല കുസുമാഢ്യപാദബലദാസമൃതം നാനാമൃഗസഞ്ജയ നിഷേവിതം. നാനാപക്ഷികൾ നാദം കൊണ്ടതി മനോഹരം കാനനം ജാതി വൈരരഹിത ജന്തുപൂർണം നന്ദന സമാനമാനന്ദ ദാനാഢ്യം മുനി നന്ദന വേദധ്വനി മണ്ഡിതമനുപമം. ബ്രഹ്മർഷി പ്രവരന്മാരമരമുനികളും സമ്മോദം പൂണ്ടുവാഴും മന്ദിര നികരങ്ങൾ സംഖ്യയില്ലാതോളമുണ്ടോരോരോ തരം നല്ല സംഖ്യാവസ്തുക്കളുമുണ്ടറ്റമില്ലാതെ വണ്ണം. ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു കാണും തോറും. ആശ്ചര്യമോരോന്നിവ കണ്ടുകൊണ്ടവരും ചെന്നാശ്രമത്തിനു പുറത്തെടുത്തു ശുഭദേശേ വിശ്രമിച്ചനന്തരം അരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുതീക്ഷ്ണൻ തന്നോടിനിയിപ്പോൾ വേഗേന ചെന്നു ഭവാനഗസ്ത്യ മുനീന്ദ്രനോടാഗതനായോരെന്നെ അങ്ങുണർത്തിച്ചിടണം. ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരേ വസിച്ചിടുന്നിതുപാശ്രമം. ശ്രുത്വാ രാമോക്തം സുതീഷ്ണൻ മഹാപ്രസാദമിത്യുക്ത്വാ സത്വരം ഗത്വാചാര്യമന്ദിരം മുദാ നത്വാദം ഗുരുവരമഗസ്ത്യം മുനികുലസത്തമം രഘുത്തമ ഭക്തസഞ്ജയാവൃതം. രാമമന്ത്രാർത്ഥവ്യാഖ്യാതൽപരം ശിഷ്യന്മാർക്കായി കാമദമഗസ്ത്യമാന്മാരാമം മുനീശ്വരം ആരൂഢവിനയം കൊണ്ടാനത വക്ത്രത്തൊടുമാരാൽ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രമനാം ദാശരഥി സോദരനോടും നിജ ഭാമിനിയോടുമുണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യാബ്ധേ നിൻ തൃക്കഴലിണ കണ്ടു വന്ദിപ്പാൻ ഭക്തിയോടെ. മുമ്പേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ. ഭദ്രം ദേ രഘുനാഥമാനായ ഭദ്രം ദേ രഘുനാഥമാനയ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃദി സ്ഥിതം ഭക്തവത്സലം ദേവം. പാർത്തിരുന്നിടുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം. രമരാമേതി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേഘശ്യാമളം നളിനാക്ഷം.
ഇത്യുക്ത്വാ സരഭസമുദ്ധായ മുനിപ്രവരോത്തമൻ മധ്യേ ചിത്തമത്യന്തഭക്ത്യാ മുനിസത്തമരോടും നിജശിഷ്യ സഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രവക്ത്രം പാർത്തരുൾ ചെയ്താൻ. ഭദ്രം ദേ നിരന്തരമസ്തു സന്ദരാമഭദ്രം മേ ദൃഷ്ട്വാ ചിരമദ്വൈവ സമാഗതം. യോഗ്യനായിരിപ്പോരിഷ്ടാതിഥിബലാൽ മമ ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായിതു ഭവാൻ. അദ്യവാസരം മമ സഫലമത്രയല്ല മത്തപസാഫല്യവും വന്നിതു ജഗൽപതേ. കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്വിതം കുമ്പിട്ടു ഭക്ത്യാ ദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം. ഗാഢാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാംശജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാഹ്ലാദ ജാതസ്രവന്നേത്ര കീലാലാകുലനായ താപസവരൻ ഏകേന കരേണ സംഗൃഹ്യ രോമാഞ്ചാന്വിതം രാഘവനുടെ കരപങ്കജമതിദ്രുതം. സാശ്രമം സ്വാശ്രമം ജഗാമഹൃഷ്ടാത്മാ സ്വാശ്രമം ജഗമഹൃഷ്ടാത്മനാ മുനിശ്രേഷ്ഠനാശ്രിതജനപ്രിയനായ വിശ്വേശം രാമം. പാദ്യാർഘ്യാസനമധുവർഗമുഖ്യങ്ങളുമാവാദ്യ സംഭൂയ സുഖമായുപവിഷ്ടം നാഥം വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം തപോധനനേകാന്തേ ചൊല്ലിടിനാൻ. അഗസ്ത്യസ്തുതി. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനനോടും ഭവാൻ. ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ സാരസാസന സകലേശ്വരാദയാനിധേ. ഞാനന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേനാനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ. താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോകസൃഷ്ടിക്ക് മുന്നമേകനായ ആനന്ദനായി ലോകകാരണൻ വികൽപ്പോപാധിവിരഹിതൻ. തന്നുടെ മായതനിക്കാശ്രയഭൂതയായി തന്നുടെ ശക്തിയെന്നും പ്രകൃതി മഹാമായ. നിർഗുണനായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാമവ്യാകൃതമെന്നുപനിഷദ്വശാൽ. മായാദേവിയെ മൂലപ്രകൃതിയെന്നു ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതിയെന്നു ചൊല്ലും വിദ്വാൻമാരവിദ്യയെന്നു പറയുന്നുവല്ലോ. ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണ് യാഗീയമായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്വത്വമെന്നല്ലോ ചൊല്ലൂ. നിന്നിയോഗത്താൽ മഹത്വത്വത്തിങ്കൽ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ. മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും
താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായതിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗമവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാട് പുമാനുണ്ടായതെന്നു കേൾപ്പൂ. അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങീടും ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷ്യതിരഗ്യോനിജാതികൾ ബഹുസ്ഥാവര ജംഗമൗഘപൂർണമായുണ്ടായി വന്നു. ത്വന്മായ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു. ലോക സൃഷ്ടിക്ക് ത്വന്മായ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു. ലോക സൃഷ്ടിക്ക് രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാത നാഭിയിൽ നിന്നുണ്ടായി. സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംസിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകനവ്യനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്മൂലം ഗുണവാനെ പോലെയായതു ഭവാൻ ത്വന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ. വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യയ വിദ്യയെന്നല്ലോ ചൊല്ലു നിവൃത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്തവാഖാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു തോന്നുന്നു തത്വജ്ഞന്മാർ. ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ തൊൽഭക്തി സമ്പന്നന്മാരായുള്ളവരേകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ തൊൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയില്ല. ശ്രീരാമ രഘുപതേ കേവലജ്ഞാനമൂർത്തി. ശ്രീരാമ രഘുപതേ കേവലജ്ഞാനമൂർത്തേ. ശ്രീരമണാത്മാ രാമ കാരുണ്യാമൃതസിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കൽ സാരം കിഞ്ചിൽ കൊല്ലുവൻ ധരാപതി. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ. ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി.
നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ ത്വൽഭക്തന്മാരായി നിവൃത്താഖിലകാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിനും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്തകർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരയപരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാദിസമ്പന്നന്മാരായ ഏകാന്തേ ശമദമസാധനയുക്തന്മാരായി സാധുക്കൾ അവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവൽ കഥാശ്രവണേ രതിയുണ്ടാം തൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയാൽ ത്വൽഭക്തിയും നിങ്കല പ്രേമവായ്പും രാഘവ സദാ ഭവിക്കേണമേ ദയാനിധേ ത്വൽപാദാബ്ജങ്ങളിലും ത്വൽഭക്തന്മാരിലും ഒന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം ഇന്നല്ലോ സഫലമായി വന്നിതു മമ ജന്മമിന്നു മൽക്രതുക്കളും വന്നിതു സഫലമായി ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു ഇന്നല്ലോ സഫലമായി വന്നിതു മന്നേത്രവും സീതയാ സാർത്ഥം ഹൃദി വസിക്ക സദാ ഭവാൻ സീതാവല്ലഭാ ജഗന്നായകാദാശരഥേ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസ്സേ ഭവദ്രൂപം തോന്നണം ദയാംബുധേ കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നിൽ മുന്നം നിക്ഷിപ്തമായ ജാപം ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയും അരുൾ ചെയ്താൻ ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമാക്കിയിടണം വൈകിടാതെ സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനു മർത്യനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്കപോയി ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടൻ അനുജ്ഞ നൽകി മുനി ശ്രുദ്വൈതൽ സ്തോത്രം സാരമഗസ്ത്യ സുഭാഷിതം തദ്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി ബാണജാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യപാദാംബുജം യാത്രയും അയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴുന്നള്ളിയിടും നേരം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.